ഹായ്, NRV വീഡിയോ ക്രിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനെയിലിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആരുടെ ആയാലും വീഡിയോ നമ്മൾ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് അവർക്ക് കിട്ടുന്നൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ചർച്ചാ വിഷയം ധോനി വിഷയം തന്നെയാണ്. ഇപ്പം ധോനി ഇപ്പം കളിക്കാൻ വന്നപ്പോൾ തന്നെ, ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ചെന്നൈ ആരാധകർ ഫുൾ ധോനി ബാറ്റിങ്ങിൽ വരിക എന്നുള്ളൊരു ആവേശത്തിലാണ്. മറ്റ് പ്ലേയേഴ്സ് ഔട്ടാവ് എന്ന് പറഞ്ഞ് ധോനി ബാറ്റ് ചെയ്തിട്ട് എന്നുള്ള ഒരു ഇതായിരുന്നു ഫസ്റ്റ് ആരംഭഘട്ടത്തിലൊക്കെ. ഇപ്പോൾ വന്ന് നേരെ തിരിച്ചായിരിക്കുന്നു. ധോനി എന്താണ് കാണിക്കുന്നത്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ ടീം ഒഫീഷ്യൽസ്, അതായത് ചെന്നൈയുടെ ഒഫീഷ്യൽസ് പറയുന്നത് തന്നെ ധോനിക്ക് മുട്ടിന്, അതായത് കാൽമുട്ടിന് പെയിൻ ഉണ്ട്. അപ്പോൾ അതായത് ഈ 20 ഓവറൊന്നും ബാറ്റ് ചെയ്യാനുള്ള, അതായത് 10 ഓവറിൽ കൂടുതൽ ബാറ്റ് ചെയ്യാൻ പാടാണ് ധോനി എന്ന പ്ലെയറിന് ഇപ്പോൾ. കാരണം ഏജ്, ഇപ്പം 44 വയസ്സ് ഏജ് ഉണ്ട്. 44 വയസ്സ് ഏജ് ഉണ്ടായിട്ടും ഒരു ആവറേജ് ബാറ്റ്സ്മാൻ്റെ ഹിറ്ററെ പോലെ കളിക്കുന്നില്ല എന്നുള്ളൊരിതേ ഉള്ളൂ. പിന്നെ ധോനി ശൈലിയിൽ കഴിഞ്ഞ മാച്ചിലെ കാര്യം പറയുന്നു. പക്ഷെ കഴിഞ്ഞ മാച്ചിലെ കാര്യം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 5 വിക്കറ്റ് പോയി നിൽക്കുമ്പോഴാണ് ധോനി ഗ്രേസിലെത്തുന്നത്. അപ്പം 75 റൺസേ ഉള്ളൂ, 11 ഓവറായിട്ടുണ്ട്. അപ്പോൾ 5 വിക്കറ്റ് പോയി സമയത്ത് ധോനി വിക്കറ്റ് വലിച്ചെറിയാൻ പറ്റില്ല. ചിലപ്പം ആ ഒരു ഹിറ്റിംഗ് ബാറ്റിംഗ് നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അന്ന് എടുത്ത ആ 156 എന്ന സ്കോർ പോലും ചെന്നൈ ചെല്ലില്ല, അതിനു മുമ്പ് തീരും. അപ്പം ഇപ്പം ഞാൻ കുറേ അതിലോട്ടൊന്നും കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഇപ്പം ധോനി വിരമിച്ചു എന്നുള്ള കുറേ ആ കളിക്ക് ശേഷം നമ്മൾ കമൻറ്റ് കണ്ടായിരുന്നു. കുറേ കമൻസ്, ധോനി വിരമിച്ചു, ധോനി വിരമിക്കാൻ പോകുന്നു, അങ്ങനെ ഒരുപാട്. അപ്പം ചെന്നൈ ഒഫീഷ്യൽസിൻ്റെ ഇതിൽ നിന്ന് അറിയാൻ ധോനിക്ക് കാൽമുട്ടിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ധോനി അത്രയും ബാക്കിലോട്ട് ഇറങ്ങുന്നത്. വരും കളികളിൽ, അതായത് ഇനിയുള്ള മാച്ചുകളിൽ ധോനി തൻ്റെ ശൈലിയായ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ ഇറങ്ങുമെന്നാണ് ഒഫീഷ്യലി, അതായത് അവരുടെ കോച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റീവൻ ഫ്ലെമിങ് ധോനിയെക്കുറിച്ച്, അതായത് അവരുടെ ഡോക്ടേഴ്സും അതെല്ലാം. അപ്പം ധോനിക്ക് 10 ഓവറിൽ കൂടുതൽ ബാറ്റ് ചെയ്യണം. അതായത് ഈ 10 ഓവറിന് മുന്നെയാണ് ഇത്രയും വിക്കറ്റ്സ് പോകുന്നതെങ്കിൽ ധോനി ബാക്കിലോട്ട് ആയി വരുന്നത്. അത് കഴിഞ്ഞ്, അതായത് ഒരു 10 ഓവർ കഴിഞ്ഞാണെങ്കിൽ ധോനി അത് ഫ്രണ്ടിലോട്ട് തന്നെ വരുന്നത് ബാറ്റിങ്ങിന്. ഒരു 10-12 ഓവറിന് ശേഷമാണ് 2-3 വിക്കറ്റ് പോകുന്നതെങ്കിൽ ധോനി ഉറപ്പായും ധോനിയുടെ ആ സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കും ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. പിന്നൊരു കാര്യം, ഈ 3 കളിയിലും ധോനി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന കുറേ പേർക്കുള്ളൊരു ആൻസറായിട്ട് വരുന്നുണ്ട്. 3 കളിയിലെയും സ്കോറിങ് നോക്കിയാൽ ധോനി ഇറങ്ങുന്ന സമയത്തായാലും 3 കളിയിൽ പരാജയമുണ്ട്. ഓക്കെ, നല്ലൊരു ഓപ്പണിംഗ് ഹിറ്ററെ കുറവ് ചെന്നൈ ടീമിലുണ്ട്. അതായത് ആദ്യ പവർ പ്ലേകളിലൊന്നും ചെന്നൈക്ക് സ്കോർ കയറുന്നില്ല. 6 ഓവറിൽ കാണുന്നത് 40 റണ്ണ് 30 റണ്ണൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ IPL ഏറ്റവും മോശം പവർ പ്ലേ സ്കോർ ചെയ്യുന്നത് ചെന്നൈ ആയിരിക്കും ഈ കളിച്ച 4 കളികളിലും. അതിൻ്റെ ഒരു കുറവാണ് പിന്നോട്ട് വരുന്ന ബാറ്റ്സ്മാൻ, അതായത് ധോനി ഉൾപ്പെടെ വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് ഒരു പ്രഷർ ആവുന്നത്. അപ്പം ധോനി വിരമിച്ചു എന്ന് പറയുന്ന തെറ്റായ വാർത്തകളാണ്. ആരും അത് ക്ഷമിക്കേണ്ട, വിരമിക്കാൻ പോകുന്നു എന്ന് ഈ സീസൺ കഴിഞ്ഞ് എന്താവുമെന്ന് ധോനി ഒഫീഷ്യലായിട്ട് തന്നെ പറയുമായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ നമ്മൾ താഴ്ത്തിക്കെട്ടരുത്. നല്ല കഴിവുള്ള, അതായത് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട്, ഇന്ത്യക്ക് വേണ്ടിയായാലും ചെന്നൈക്കുണ്ട്. ചെന്നൈ 5 കപ്പെടുക്കാൻ ധോനി എന്നുള്ള ക്യാപ്റ്റൻസി തന്നെയാണ് 5 കപ്പ് എടുത്തിരിക്കുന്നത്. കളിക്കാർ വേറെ ഇല്ല, പ്ലെയേഴ്സിന് വേറെ കഴിവുള്ളതെന്നല്ല, എന്നാലും ധോനിയുടെ ഒരു ക്യാപ്റ്റൻസിയും ധോനിയുടെ ഒരു ബാറ്റിംഗ് മികവും അതിലുണ്ടായിരുന്നു. എപ്പോഴും
ഇനിയും അതുണ്ടാവും എന്ന് അവരുടെ ഒഫീഷ്യൽ സൈറ്റ്, അതായത് ചെന്നൈ ഒഫീഷ്യൽസിൽ നിന്ന് നമുക്ക് വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഒഫീഷ്യൽ പേജുകളിലെല്ലാം ഉണ്ട്. അത് നമ്മൾ നോക്കിയാൽ കാണാം, അവരുടെ വാർത്താ സമ്മേളനത്തിലെല്ലാം അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കിതാണ് ഇതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. വരും കളികളിൽ ധോണിയുടെ മികവാർന്ന ബാറ്റിംഗ് കാണാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെന്നൈ ആരാധകർ, ഞാനും ഒരു ചെന്നൈ ആരാധകൻ തന്നെയാണ്. അപ്പം ധോണി എന്ന് പറഞ്ഞാൽ ധോനി ഒരിക്കലും ഞാനും ധോണിയുടെ ബാറ്റിംഗ് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴത്തെ ധോണിയുടെ ശൈലി പഴയ ശൈലി തന്നെ, എന്നാലും കുറച്ചും കൂടെ ഹിറ്റിംഗ് ബാറ്റിംഗ് നടത്താം. പിന്നാണ് നമ്മളിപ്പം ധോണിയുടെ പരിക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോഴാണ് ഓക്കെ അത് റെഡിയാവും. വരും കളികളിൽ നമുക്കത് മാറി കാണാം എന്നാണ് പ്രതീക്ഷ. എന്നാലും മാറട്ടെ. ഒരു ധോണി ഫാൻസ് എന്ന നിലയിൽ ഞാനും അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ.